ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കിന്നൊരു ഷാർജ ഉണ്ടാക്കിയാലോ? ഷാർജയ്ക്ക് വേണ്ട ഐറ്റംസൊക്കെ കാണിക്കാവേ. നമ്മുടെ സഹായി വേലപ്പനാണ്. ഒരു കവർ കട്ടപ്പാൽ, പിന്നെ ബൂസ്റ്റ്, അതിന് പഴം, പിന്നെ ഷുഗറും വേണം, പഞ്ചസാര ആഡ് ചെയ്യണം. പഴം 4 ഉണ്ട്, 4 ഇടാറില്ല, അതിനകത്ത് കുറച്ച് ഇടത്തോളൂ. നമുക്കിനി ഇതെല്ലാം സെറ്റാക്കിയിട്ട് വരാം. നമ്മുടെ പാലൊന്ന് നമുക്ക് ഇടിച്ചൊന്ന് എടുക്കണം. കാരണം ഇത്ര കട്ടയോടെ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊന്ന് ഇടിച്ചൊന്ന് എടുക്കണം. നമുക്ക് ഇവനെ ഇടിച്ചെടുത്തിട്ട് ഇടാവേ. അടുത്ത നമ്മളതാ പഴം, നമ്മുടെ വേലപ്പൻ 2 ഇടുവാണ്. ഒടിച്ചൊടിച്ചാണ് ആളിടുന്നത്. ഒരു പഴം 4 മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പഴവും കൂടെ എടുത്ത് ഇടാൻ പോവുകയാണേ. രണ്ടാമത്തെ പഴവും നമ്മുടെ വേലപ്പനിട്ടിട്ടുണ്ട്. കൈ സഹായി നമ്മുടെ വേലപ്പനാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ സഹായിക്കാൻ. ഇനി അടുത്ത് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പം നമ്മളൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. 2 മൂന്നാമത്തെ ഇട്ടു. ഇനി ഒരു സ്പൂണും കൂടെ ഇട്ടു. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചിട്ട് പഴവും ബൂസ്റ്റും പഞ്ചസാരയിട്ട് നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാൽ കേട്ടോ. ഇനി അടുത്ത് ഇതിനകത്തോട്ട് പാലിടാൻ പോവുകയാണ്. അത് നമ്മുടെ വേലപ്പൻ തന്നെയാണ് പാലിടുന്നത്. നമ്മളിതിനെ അടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, മതി വേലപ്പ, മാറ്റിക്കും. നമുക്ക് തുറക്കാം. ഇതാണ് നമ്മുടെ ഷാർജ. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നമ്മുടെ ഷാർജയിൽ വലിയ ഡെക്കറേഷനൊന്നുമില്ല. ജെംസിൻ്റെ മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ജെംസിൻ്റെ പാക്കറ്റിനകത്ത് 9 മുട്ടായി ഉണ്ടായിരുന്നു എനിക്ക്. അത് ഓരോന്നിനകത്ത് 3 വെള്ളം വെച്ച് ഇട്ടപ്പം കുറേ താന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 1 താന്നു, 2 താന്നുകൊണ്ടിരിക്കുന്നത്, 3 മേളിൽ തന്നെ നിൽപ്പുണ്ട്. നമുക്കിതിൻ്റെ മേളിൽ ബൂസ്റ്റ് ഒന്ന് ഇടാം. ഇത് ആദ്യക്കുട്ടൻ്റെ ഇരിക്കുന്ന ഇതാണ് ഇടുന്നത്. ഇനിയിപ്പം ബൂസ്റ്റ് ഇടാം. ചെറിയൊരു രീതിയിലുള്ള ഡെക്കറേഷൻ അറിയാവുന്ന രീതിയിലേക്കാണ് കേട്ടോ ഷാർജ ഉണ്ടാക്കുക. ഭയങ്കര എക്സ്പെർട്ടൊന്നുമല്ല ഞാൻ. ബാക്കി വേലപ്പം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി ഫുള്ളിടല്ലേ എടുത്തിട്ടുണ്ട്. ആദ്യക്കൂട്ടം കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. എങ്ങനെയുണ്ട് ആദ്യക്കൂട്ട? സൂപ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത നമുക്ക് നെക്സ്റ്റ് അമ്മയിലോട്ട് പോവാം. അമ്മ ഷാർജ എടുത്തോ? എന്നൊക്കെ ഉണ്ട്, അടുക്കളയിൽ ഇരിപ്പുണ്ട്. ആ സ്പൂൺ നല്ല സൂപ്പർ സ്പൂണായതുകൊണ്ട് എല്ലാവരും ഒരു സ്പൂൺ വെച്ച് തന്നെ മാറി തിരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ചാൻസ് നമ്മുടെ വേലപ്പനാണ്. എങ്ങനെയുണ്ടമ്മ? സൂപ്പർ കള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഷാർജ പരീക്ഷണം എല്ലാവരിലും ഞാൻ പരീക്ഷിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് എൻ്റെ വേലപ്പൻ. എങ്ങനെയുണ്ട് വേലപ്പ? സൂപ്പർ.